വയനാട് ദുരന്തത്തിൽ തെരച്ചിൽ തുടരുകയാണ്. നിലമ്പൂർ കുമ്പളപ്പാറ ഭാഗത്ത് നിന്ന് 3 ശരീരഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. നിലമ്പൂർ വയനാട് അതിർത്തി വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് കൂടുതൽ തെരച്ചിൽ നടക്കുന്നത്. അനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. അനൂപ്, ഇന്ന് പ്രധാനമായും ഏറ്റവും കൂടുതൽ തെരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വനമേഖലകളിലാണ്. നമുക്കറിയാം ചാലിയാറിന്റെ വനപ്രദേശ മേഖലകളിലാണ്. ഒപ്പം തന്നെ ദുരന്ത ഭൂമിയിലും തെരച്ചിലുണ്ട്. ഈ 2 സ്ഥലങ്ങളിലും തെരച്ചിൽ തുടങ്ങിയോ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? മനു, കാലാവസ്ഥ മഴ ഏതായാലും മാറി നിൽക്കുന്ന സാഹചര്യം പൊതുവിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ പെയ്ത അതിശക്തമായൊരു മഴ ഈ പുഴയിലെ ജലനിരപ്പ് ഉയർത്തുകയും മറ്റും ചെയ്തിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്നൊരു താൽക്കാലിക പാലമുണ്ടായിരുന്നു. ബെയിലി പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് സൈനികർ നിർമ്മിച്ച ഒരു താൽക്കാലിക പാലം. ആ ഘട്ടത്തിൽ വളരെ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ഏറെ ഗുണം ചെയ്തൊരു പാലമായിരുന്നു അത് കഴിഞ്ഞ ദിവസം മുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ആ പാലം ഇപ്പോൾ സൈനികർ ആ ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ആ പാലത്തിൻ്റെ ആവശ്യകതയും ഇനിയില്ല. അതുകൊണ്ടുകൂടിയാണ് ആ പാലം പൊളിച്ച് മാറ്റിയത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പാലവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സാമഗ്രികളെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയാണിപ്പോൾ. തിരച്ചിലിൻ്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇന്ന് പൊതുവിൽ ഈ പുഞ്ചിരിമറ്റം മുതൽ ഈ ചൂരമല വരെയുള്ള ഭാഗത്തും അതോടൊപ്പമുള്ള സ്ഥലങ്ങളിലുമെല്ലാം തെരച്ചിൽ സ്വാഭാവികമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ഈ ക്യാമ്പുകളിൽ നിന്നും ഈ തങ്ങളുടെ വീടുകളിലേക്ക് മറ്റും എത്തിയവർ അവരുടെ നിർദ്ദേശപ്രകാരം ഇന്നവരില്ല എങ്കിലും അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ആ വീടുകളിലേക്ക് സന്നദ്ധ പ്രവർത്തകരെത്തി വീടിൻ്റെ അകം പരിശോധിക്കുകയും അതിൻ്റെ അവിടെ ഇനി ഏതെങ്കിലും സാധനങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. അവശേഷിക്കുന്ന വസ്തുക്കൾ അവർ ബന്ധുവീടുകളിലേക്ക് മറ്റും മാറ്റുന്നുണ്ട്. അതിനുൾപ്പെടെ സന്നദ്ധ പ്രവർത്തകർ ഈ രീതിയിൽ ഈ സ്ഥലങ്ങളിലുണ്ട്. ഏതായാലും തെരച്ചിലും അതുപോലെ തന്നെ പുരോഗമിക്കുകയാണ്. എന്നാൽ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഈ സൂചിപ്പാറ അല്ലെങ്കിൽ ഈ മുകൾ ഭാഗത്തോട്ട്, അതായത് ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളിലോ ദുരന്തബാധിത മേഖലകളിലോ മുകൾ ഭാഗത്തോട്ട് ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ 2-3 ദിവസങ്ങളായി കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഈ ജനകീയ തെരച്ചിലിന് ശേഷം കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും തിരച്ചിൽ ഈ മേഖലകളിലെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനമായും ഇന്നത്തെ തെരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിലാണ്. നിലമ്പൂർ വനമേഖലയിലും മറ്റുമാണ്. പരപ്പൻപാറയുടെയും അതുപോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെയും എല്ലാം സമീപ മേഖലകളിലുള്ള വനപ്രദേശങ്ങളിലാണ് ഈ വിധത്തിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചില മൃതദേഹ ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് മനുഷ്യ ശരീരഭാഗങ്ങളാണോ എന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നുമില്ല. അത് സംബന്ധിച്ച് ചില പരിശോധനകൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അക്കാര്യം സ്ഥിരീകരണം നടത്താൻ കഴിയുള്ളൂ. ഏതായാലും ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ തുടരുന്ന തെരച്ചിലിൽ മറ്റു വിവരങ്ങളൊന്നും ഇവിടെ ലഭ്യമായിട്ടില്ല. ഒരു പ്രധാന പ്രശ്നം അവിടെ ഉള്ളത് ഈ വലിയ മലവെള്ളപ്പാച്ചിലിൽ മൺതിട്ടകൾ രൂപപ്പെട്ടിരുന്നു. ആ മൺതിട്ടകൾ മൂടി വെള്ളമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. മഴ കുറഞ്ഞൊരു സാഹചര്യത്തിൽ ആ വെള്ളം താഴുകയും അവിടങ്ങളിൽ തെരച്ചിൽ നടത്താൻ അവിടെ എത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ തെരച്ചിൽ പ്രവർത്തനമായി എത്തുന്ന സേനാ വിഭാഗങ്ങൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വീണ്ടും അവിടേക്ക് വെള്ളം കയറി. അങ്ങനെയെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ ദിവസങ്ങളിലായി തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അത്തരത്തിൽ തെരച്ചിൽ ഈ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ് മനു. അതേസമയം നാം സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം ഈ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികളാണ്. സർക്കാർ കണ്ടെത്തിയ വാടക വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ എന്നിവിടങ്ങളിലേക്ക് ചില മാനദണ്ഡങ്ങൾ പ്രകാരം, ചില മുൻഗണനാ ക്രമങ്ങൾ പ്രകാരം ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് മറ്റും തിരികെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം 30-നകം തന്നെ പരമാവധി ആളുകളെ ഈ ഒരു താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ആ വിധത്തിലുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണ്. അതിനുശേഷം ഈ സ്ഥിരം പുനരധിവാസം എന്നുള്ള ഗൗരവമേറിയ ചർച്ചകളിലേക്കും അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കും സർക്കാർ കടക്കും. ഏതായാലും ഓഗസ്റ്റ് മാസത്തിനകം തന്നെ ഈ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കി അവിടങ്ങളിലേക്ക് ആളുകളെ എത്തിച്ച് അവർക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സർക്കാർ ഇവർക്കായി പ്രഖ്യാപിച്ച ദൈനംദിന ഭത്തയും മറ്റും ദൈനംദിന ചിലവുകൾക്കുള്ള അല്ലെങ്കിൽ ആ ദുരന്തം നേരിട്ട് ബാധിച്ചവർക്കുള്ള അടിയന്തര സഹായവും മറ്റും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകി തുടങ്ങി. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം പോകുന്നുണ്ട്. ഏതായാലും തെരച്ചിൽ ഈ മേഖലകളിലെല്ലാം തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിൽ അത് വളരെ ഊർജിതമായി തുടരുകയാണ്. സ്വാലിഹൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സ്വാലിഹ് ചാലിയാറിന്റെ ഭാഗത്താണ്, അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അതിനിടയിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാലി,
ചാലിയാറിലാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ നമുക്കറിയാം ചാലിയാർ ഒഴുകുന്ന വനമേഖലയോട് കേന്ദ്രീകരിച്ചാണ് ഇന്നിപ്പോൾ തെരച്ചിൽ ഊർജിതമായിട്ട് നടക്കുന്നത്. ഈ തെരച്ചിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? കാരണം ഇന്നലെയൊക്കെ വലിയ മഴ പ്രദേശത്ത് ഉൾഭാഗത്ത് പെയ്തിരുന്നു, ചാലിയാറിൽ ഒഴുക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതൊക്കെ ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തെരച്ചിൽ നടപടികൾ ഏറ്റവും വേഗത്തിൽ തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തുടങ്ങിയോ? മനു, രാവിലെ 8:30 തന്നെ ചാലിയാറിന്റെ വിവിധ മേഖലകളിൽ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ 5 ശരീരഭാഗങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം മുണ്ടേരിയും അതിന് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിൽ കൂടുതലായി ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ഈ പ്രദേശത്ത് തന്നെയാണ് ഇന്നും തെരച്ചിൽ നടക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ ഒക്കെ സഹായത്തോടെയാണ് ഈ തെരച്ചിൽ തുടരുന്നത്. ഇന്നലെ ശക്തമായ മഴ, ഏതാണ്ട് ഉച്ച കഴിഞ്ഞത് മുതൽ കനത്ത മഴ ഉണ്ടായിരുന്നു. ഇത് ചാലിയാറിൽ വീണ്ടും വലിയ കുത്തൊഴുക്കിന് കാരണമാക്കിയിരുന്നു. രാത്രിയോടെ തെരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഇന്നലെ വൈകിട്ട് തെരച്ചിലിന് പോയ ഒരു സംഘം ചാലിയാറിന്റെ മറുകരയിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവർ രാവിലെയാണ് തിരിച്ചു പോകുന്നത്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ട്. അതേസമയം തെരച്ചിൽ ഊർജിതമായി വളരെ സൂക്ഷ്മമായ പരിശോധന തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനു, സ്വാലിഹാണ് വിവരങ്ങൾ ചാലിയാറിന്റെ തെരച്ചിലിനെ കുറിച്ച് നൽകിയത്.